നമ്മളിപ്പോൾ കൊല്ലം പോർട്ടിൽ കൂടി തങ്കശ്ശേരിയിലേക്ക് പോവുകയാണ്. ഗൈസ്, എന്താ ഭംഗിയെന്ന് നോക്കേ. നമ്മുടെ ബോട്ടൊക്കെ എങ്ങനെ അടുത്തടുത്ത് കിടക്കുന്നത്. ഇത്രയും എന്ത് രസം ഇത് കാണാനല്ലേ. ഇത്രയും അടിപൊളി ഒരു വ്യൂ ആണ്. ഇനി കണ്ടില്ലേ, പരുന്തൊക്കെ പറക്കുന്നുണ്ടോ. പിന്നെ ഈ മത്സ്യബന്ധനത്തിനായിട്ട് അവരുപയോഗിക്കുന്ന വലകളും മറ്റുമാണ് അതിൻ്റെ അരികിലായി കാണുന്നത്. ഇവിടെ കുറേ ദൂരം ഈ ബോട്ടുകൾ തന്നെ ഇങ്ങനെ അടുക്കി ഇട്ടിരിക്കുകയായിരിക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി കഴിഞ്ഞു. ഇതേതാ സ്ഥലമെന്നറിയാമോ? തങ്കശ്ശേരി ബ്രേക്ക് വാട്ടർ പാർക്ക്. യെസ്, അവിടെ എത്തി. നമ്മുടെ ഹൈസൂന്റെ ഉദ്ദേശം നമ്മുടെ ഈ ജീപ്പിൽ കയറുക എന്നുള്ളത് തന്നെയായിരുന്നു കേട്ടോ. പോയപ്പോഴേ പറഞ്ഞാണ് പോയത്, എനിക്ക് ജീപ്പിൽ കയറണം, കുറച്ച് അവിടെ ഇങ്ങനെ കറങ്ങണമെന്ന്. അങ്ങനെ ചെന്ന ഉടനെ ആശാട്ടി അതിലേക്ക് കയറി. അങ്ങനെ അവിടെയൊക്കെ കുറേ കറങ്ങി. അപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അവൾക്ക് ഈ കാറിലും ജീപ്പിലും ഒക്കെ ഇങ്ങനെ ഓടിക്കാനൊക്കെ വലിയ ഇഷ്ടം കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ 3 പേരും അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നു. കണ്ടില്ലേ, ഇവിടുത്തെ ഒരു വ്യൂ കണ്ടില്ലേ, ഒരു പാറക്കെട്ടും വെള്ളവും ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു, സൺഡേ അല്ലേ, അതുകൊണ്ട് തന്നെ നല്ല തിരക്ക് ആയി വരുന്നുണ്ടായിരുന്നു. നമ്മൾ ഇതിന് മുന്നേ വരുമ്പോൾ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബട്ട് അതൊക്കെ ഇപ്പോൾ അങ്ങ് നശിച്ചു പോയ ഒരവസ്ഥയാണ്. ഈ ചെറു പുല്ല് കണ്ടില്ലേ, ഇതിങ്ങനെ നല്ല കുമ്പാരം പോലെ ആ ഒരു എന്താ പറയുക, ഒരു പിരമിഡ് ഷേപ്പിലൊക്കെ സെറ്റാക്കി വെച്ചിരിക്കും. അപ്പോൾ ഇതിൽ കയറിയിരുന്ന് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ കളിക്കാനും നിരങ്ങാനും ഒക്കെ ഇഷ്ടമാട്ടോ. നിരങ്ങയൊക്കെ ഇങ്ങനെ കളിക്കും. നമുക്കും ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നിയൊരിതാണ്. നല്ല പച്ചപ്പാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഐനൂസിന് റീലെടുക്കാനൊക്കെ നോക്കി. റീലൊക്കെ എടുത്തു. കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അവിടെ, നമ്മുടെ സേവ് ദ ഡേറ്റ് വീഡിയോയും നമ്മുടെ ബർത്ത്ഡേ ക്ലിപ്പും ഒക്കെ എടുക്കാനായിട്ട്. അപ്പോൾ വാപ്പിയും മക്കളും കൂടി നമ്മുടെ അവരെന്താ പറയുക, അവർ പുള്ളിൻ്റെ മുകളിൽ കയറിയിട്ട് ഓടി താഴോട്ട് ഇറങ്ങുവാണ് കേട്ടോ. കുറേ ദിവസം മഴയല്ലായിരുന്നു കൂട്ടുകാരെ. ഇപ്പോൾ ഒരു ദിവസം മാത്രമേ ഉള്ളായിരുന്നു, ഈ ഒരു ദിവസമേ ഉള്ളായിരുന്നു അത്യാവശ്യം വെയിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ ആ നനവൊക്കെ ജസ്റ്റ് ഒന്ന് വറ്റി കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ തെറ്റും കേട്ടോ. അപ്പോൾ തെന്നിപ്പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് മുകളിൽ കയറി ഇങ്ങനെ ഒരു ഓടി വരാൻ അതൊരു രസം. എന്തെങ്കിലുമൊക്കെ പരിപാടികൾ വേണ്ടേ. നമ്മുടെ ഹൈസൂട്ടിക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് കേട്ടോ. ഒരു കുട്ടി പേടിയൊക്കെ ഉണ്ട്, തെന്നി വീഴുമോന്നൊക്കെ. പിന്നെ ഞാനും കളിച്ചു. നമ്മളെപ്പോഴും കുഞ്ഞുങ്ങളുമായിട്ട് കൂടുമ്പോൾ നമ്മൾ അറിയാതെ കുട്ടിയായി മാറും അല്ലേ. ഞാൻ ആ ഒരു ടൈപ്പ് ഓഫ് ആളാണ് കേട്ടോ. ഞാൻ ഈ കുഞ്ഞുങ്ങൾ കൂടി ഇത്തിരി നേരം നിന്ന് കഴിയുമ്പം ഞാൻ ആ ഒരു കുട്ടിയായി തന്നെ മാറാറുണ്ട്. എനിക്ക് അവരുമായിട്ട് കളിക്കാനൊക്കെ ഇഷ്ടമാണ്. നമ്മുടെ മനസ്സിലെ ആ ഒരു സ്ട്രെസ്സും എന്താ പറയുന്നത്, നിറയെ ഹാപ്പിനെസ് കിട്ടുന്ന ഒരു കാര്യമല്ലേ. ഞാനെപ്പോഴും അവരോടൊപ്പം കൂടാറുണ്ട് എല്ലാ കാര്യത്തിലും. അത് പഠിപ്പിക്കാനായാലും അല്ലെങ്കിൽ കളിപ്പിക്കാനായാലും എല്ലാത്തിനും അവരോടൊപ്പം നിൽക്കുന്നത് എനിക്കിഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കറങ്ങിക്കണ്ടില്ലേ, നമ്മൾ ആ തങ്കശ്ശേരി ആ ഒരു പോർട്ടിൽ കണ്ട ആ ഒരു ബോട്ടൊക്കെ തന്നെ നമുക്ക് ഇവിടെ നിന്നാലും വ്യൂ ആയിട്ട് കാണാൻ പറ്റും. ഭയങ്കര രസം കേട്ടോ. ഒരു ഈവനിങ് ഒക്കെ ഇവിടെ ഇരുന്ന് ഇതൊക്കെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. കുറേ ഫോട്ടോസൊക്കെ എടുത്തു, കുറേ നേരം അവിടെ ഇരുന്നു, ആ ഒരു വ്യൂ ഒക്കെ കണ്ടു. കുറേ കൂട്ടുകാരെ അവിടെ വെച്ച് കണ്ടു, അവരുമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചു. ഇതിൻ്റെ വ്യൂ നമുക്ക് നന്നായി കാണാൻ വേണ്ടി കണ്ടില്ലേ, ഒരു പാലം പോലെ അങ്ങേ അറ്റം അത്യാവശ്യം നീളത്തിൽ തന്നെ അത് അവർ പണിത് വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ പോയി ഫോട്ടോ എടുക്കുകയും നന്നായിട്ട് കാണുകയൊക്കെ ചെയ്യാം. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഐസിന് ഇതൊക്കെ കാണുമ്പോൾ കൗതുകം കേട്ടോ. ബോട്ടും അതിൻ്റെ നെഹ്റുവും ഒക്കെ കാണുമ്പോൾ നമ്മളടുത്ത് ഓരോന്നോരോന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ കുറേ ദൂരം അവിടെയൊക്കെ ഇങ്ങനെ നടന്നു. കണ്ടില്ലേ, കുറേ പാറക്കെട്ടുകൾ കൊണ്ട് അതങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. അങ്ങേ അറ്റം ഒരു ഗേറ്റ് ഉണ്ട് കേട്ടോ. നേരത്തെ ഈ ഗേറ്റ് ഓപ്പൺ ആയിരുന്നു, അപ്പോൾ നമുക്ക് അതിൻ്റെ ആ അറ്റം വരെ പോകാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗേറ്റ് അവർ പകുതി വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അവിടെ വെച്ച് നമുക്കിനി അങ്ങോട്ട് പോകാൻ പറ്റില്ല. അത് നമ്മളുടെ സുരക്ഷിതത്വത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കേട്ടോ. അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടുത്തെ തൊട്ടടുത്തുള്ള ലൈറ്റ് ഹൗസിലേക്ക് പോയി. ആ ഒരു കുട്ടി വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്. ബൈ.